ഹായ് ഓൾ. നരിവേട്ട, ടോവിനോ തോമസിന്റെ ലേറ്റസ്റ്റ് മൂവി. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ സിനിമയിലെ പാട്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന മിന്നൽ വള എന്ന് പറയുന്നത് ആ പാട്ടിലെ വിഷ്വൽസ് ആണെങ്കിലും അത് കേട്ടിരിക്കാനാണെങ്കിലും ഒരു പ്രത്യേക രസം തന്നെയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ട്രെയിലർ. ഓഫ്, ആ ട്രെയിലറിൽ തന്നെ ഉണ്ട് സിനിമ എന്താന്ന് കാണിക്കുന്നത്. അസാധ്യ ട്രെയിലറായിരുന്നു. അതിന്റെ കട്ട്സും ട്രെയിലർ തരുന്ന ഒരു ഇന്റൻസിറ്റിയും ഏകദേശം സിനിമയുടെ കോണ്ടന്റ് എന്താണെന്നുള്ളത് തന്നെ ആ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫ്രഷ് ഐറ്റം തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് സിനിമയ്ക്ക് കയറാൻ വേണ്ടി പോയത്. സിനിമ തന്നത് അൺമാച്ചബിൾ തിയേറ്റർ എക്സ്പീരിയൻസ്, അൺമാച്ചബിൾ. മലയാള സിനിമയിലെ വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിറങ്ങുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്. നമ്മുടെ കേരളത്തിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടാവും. 2003 നടന്നൊരു സംഭവം കൂടി ആകുമ്പോൾ ഈ സിനിമ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അത് ഈ സിനിമ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരരുത് നമ്മുടെ ആ ഒരു ബോധം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും സമൂഹത്തിൽ അധസ്ഥിത വിഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നവരും നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ചു, അല്ലെങ്കിൽ അത് അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സമൂഹത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. ഇനി എത്ര ജനറേഷൻ കടക്കേണ്ടി വരും ഇതൊക്കെ ഒന്ന് മാറി മറയാൻ എന്നുള്ളത് നമുക്കത് കണ്ടറിയേണ്ടതാണ്. ചരിത്രം എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിൽ ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആക്ടർ, നിങ്ങൾ വളർന്നു വരികയാണ് സാർ, നിങ്ങൾ വേറെ ലെവലാണ് സാർ. ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടും. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചർച്ച ചെയ്യപ്പെടും. ഇമോഷണൽ സീൻസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ടൊവിനോ തോമസ്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അത് ചെയ്യുന്ന സമയത്ത് മാത്രം എവിടെയോ ഒരു പിശക് ഇതിലുമുണ്ട്. ഇതേ സിനിമയിലും ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ സീൻസ് ഉണ്ട്. പക്ഷെ അവിടെയും ടൊവിനോക്ക് എവിടെയോ ഒരു പാളിച്ച പറ്റുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള സീൻ, കോമഡി ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും മാസ് സീൻ ആണെങ്കിലും, മാസ് മീൻസ് ഇമോഷണൽ മാസ് സീൻസ് ഉണ്ടാവുമല്ലോ, ട്രാൻസ്ഫോർമേഷൻ സീൻസ്, ഫിസിക്ക്, ആ കലിപ്പനായിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് അങ്ങോട്ട് വന്ന് നിന്നാൽ മതി, ആ സാധനം പോയി കൺവിൻസ് ആവും. അത്ര ലെവൽ ഓഫ് സംഭവം ടൊവിനോ. പിന്നെ മാനറിസത്തിലാണെങ്കിലൊക്കെ തന്നെ ടൊവിനോ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പോളിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു എമേർജിങ് ആക്ടറാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ട് ടൊവിനോ എന്ന് പറയുന്ന ആക്ടർ. ബാക്കിയുള്ള ആക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരാജ് കിട്ടിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്യാരക്ടറാണ് സുരാജിന് കിട്ടിയത്. ആ കിട്ടിയ ക്യാരക്ടർ വളരെ കൂളായിട്ട്, അദ്ദേഹത്തിന്റെ സേഫ് സോണാണ്, വളരെ കൂളായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നായിക കഥാപാത്രം. നമ്മുടെ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരു സ്ത്രീ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നായിക നടി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തെയൊക്കെ പൊളിച്ചെഴുതുന്ന നായിക കഥാപാത്രത്തിന്റെ ആ ഒരു സൗന്ദര്യ ശൈലിയാണ് ആ ഒരു കഥാപാത്രത്തിനുള്ളത്. പിന്നെ ആയിട്ടുള്ളത് ഇതിൽ ട്രൈബൽ ലീഡറായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്, പവർഫുൾ. അദ്ദേഹത്തിന്റെ ആ ലേഡീന്റെ വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ഇതിൽ ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ തട്ടിക്കൂട്ടൊന്നല്ല കേട്ടോ, പക്ക കറക്റ്റ് സാധനമാണ്. വെറുതെ ഇങ്ങനെ സിനിമയിൽ ട്രൈബൽ ഏരിയ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമല്ല, പക്ക ഒരു ട്രൈബൽ ഏരിയയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതില് മെയിൻ ആളെന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയ് കേട്ടോ. ജെയ്ക്സ് ബിജോയ് ആ ട്രൈബൽ സീക്വൻസ് ഒക്കെ കാണിക്കും, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ഫസ്റ്റത്തെ ഒരു ചെറിയ പാട്ടിലൂടെ കാണിക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് നിറയും, നമ്മൾ അവിടെ എത്തിച്ചേർന്ന ആ ഒരു ഫീലും കിട്ടും. പിന്നെ സിനിമയിൽ ഇന്റൻസ് ആവുന്ന സീക്വൻസിലൊക്കെ ഉണ്ടാക്കുന്ന BGM ഉണ്ടല്ലോ, ഇമോഷണൽ സീൻസിലൊക്കെ ചില സമയത്ത് പാളിപ്പോകുന്ന ചില സീനുകളിലൊക്കെ തന്നെ ഈ BGM വെച്ചിട്ട് അങ്ങ് മുകളിലേക്ക് ഹൈ ആക്കി മാറ്റുന്നുണ്ട് ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്നത്. പിന്നെ അരുൺ മനോഹർ, അദ്ദേഹത്തിന്റെ മേക്കിംഗ്, സിനിമാട്ടോഗ്രാഫർ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും. അരുൺ മനോഹറിന് ഇതിന്റെ മുമ്പുള്ള സിനിമ പറഞ്ഞാൽ ഇഷ്കാണെങ്കിലും ഒരു സ്ലോ പേസിൽ തുടങ്ങിയൊരു സിനിമ പിന്നീട് ഇന്റർവെൽ ആകുമ്പോൾ സിനിമയെ മാറി പോകുകയാണല്ലോ. അതേപോലെയാണ് ഇവിടെയും വളരെ സ്ലോ പേസിൽ സാധാരണയായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിനിമ ഇന്റർവെൽ എത്തുമ്പോൾ മൊത്തം മാറിയിട്ട് വേറൊരു ലോകത്തേക്ക് സിനിമ പോവുകയാണ്.
അസാധ്യ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മസ്റ്റ് വാച്ച് എന്നാണ് ഈ സിനിമയെ കുറിച്ച് പറയുക. ഇതിലെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാസ് എലമെന്റ്സും കോമഡി അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ എലമെന്റ്സും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു ഒരു റിയൽ സ്റ്റോറി, അത് എങ്ങനെ ബോറടിക്കാതെ ഒരു ലാഗും ഇല്ലാതെ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിയിൽ നമ്മുടെ ഉള്ളിൽ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ പറഞ്ഞ് നമ്മളെ തിയേറ്ററിൽ നിന്ന് പുറത്തയക്കുന്ന ആ ഒരു രീതിയിലാണ് സിനിമ ഉണ്ടാക്കി വെച്ചത്. ഒരു വെട്രിമാരൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ആ ഇൻറ്റൻസ് ആയിട്ട് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും. ലാൻഡാണ് സിനിമയുടെ തീം എന്ന് പറയുന്നത്. അത് അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന സർക്കാരിൻ്റെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കാണുക, സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ഉള്ളിൽ വേണം ഇതിൻ്റെ ആ ഒരു തീ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇന്നും അനുഭവിക്കുന്നവരുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ. എഡ്യൂക്കേഷൻ, ഇതേ മാർഗമുള്ളൂ. എഡ്യൂക്കേറ്റഡ് ആവാൻ ഇവരും ശ്രമിക്കണം. എഡ്യൂക്കേഷനാണ് നിർബന്ധം. ഇവരുടെ എഡ്യൂക്കേഷന് വേണ്ടി സർക്കാർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ എഡ്യൂക്കേറ്റഡ് ആയി ഇവരും പല മേഖലകളിലേക്ക് ഉയർന്നു വന്നാലേ ആ ഒരു ഈക്വാലിറ്റി വരുള്ളൂ. ആ ഈക്വാലിറ്റിയാണ് നമുക്ക് ആവശ്യം. അല്ലാത്തിടത്തോളം അധസ്ഥിത വിഭാഗങ്ങൾ എന്നും അധസ്ഥിത വിഭാഗങ്ങളായിട്ട് നിലകൊള്ളും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങണം. ഇതുപോലുള്ള സിനിമകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. ആസ് ആൻ ആക്ടർ ടൊവിനോ തോമസ്, നിങ്ങൾ ഇനിയും വളരുകയാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും